നിരാശപ്പെടേണ്ടി വന്ന സാഹചര്യം ജീവിതത്തിൽ പലപ്പോഴും നമുക്കുണ്ടായിട്ടുണ്ടാവും. ചില സന്ദർഭങ്ങളിൽ ലോകം മുഴുവൻ നമുക്കെതിരാകുന്നത് പോലെ തോന്നും. അപ്പോഴും നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാനും അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുകയുമാണെങ്കിൽ അതാകും ഒരാളുടെ ഏറ്റവും വലിയ വിജയം. എന്ത് തിരിച്ചു കിട്ടും എന്ന് ചിന്തിക്കാതെ ജീവിക്കാനും കഠിനാധ്വാനം ചെയ്യാനും സാധിച്ചാൽ നിരാശയെ അതിജീവിക്കാൻ കഴിയും. ബൈബിളിലെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: നിന്നെ സ്നേഹിക്കുന്നവരെ നീയും സ്നേഹിക്കുന്നതിൽ എന്താണർത്ഥം? അത് ചുങ്കക്കാരും ചെയ്യുന്നതല്ലയോ എന്നാണ്. നിന്നെ സ്നേഹിക്കുന്നവരെ നീയും സ്നേഹിക്കുന്നതിൽ എന്താണർത്ഥം? അത് ചുങ്കക്കാരും ചെയ്യുന്നതല്ലയോ? ഒരു നാൾ അംഗീകരിക്കപ്പെടും എന്ന വിശ്വാസത്താൽ മാറ്റി നിർത്താൻ ശ്രമിച്ചവരോടും തഴയാൻ ശ്രമിച്ചവരോടും തിരിച്ച് സ്നേഹം മാത്രം കാണിച്ച് തന്റെ കഴിവിൽ വിശ്വാസമർപ്പിച്ചാണ് നമ്മുടെ സ്വന്തം സഞ്ജു സാംസണിന്റെ വെടിക്കെട്ട് ബാറ്റിംഗിൽ ഇന്ത്യ 2020 കിരീടം സ്വന്തമാക്കിയ ദിവസമായിരുന്നു ഇന്നലെ. തഴയാൻ ശ്രമിച്ചവരും കളിയാക്കിയവരും പ്രതീക്ഷയോടെ സഞ്ജുവിന്റെ ബാറ്റിലേക്ക് ഉറ്റുനോക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. മടുപ്പില്ലാതെ തളർച്ചയില്ലാതെ കഠിനാധ്വാനം ചെയ്യാൻ തീരുമാനിച്ചാൽ സഞ്ജുവിനെ പോലെ നമുക്കും ഒരു ദിവസമുണ്ടാകും. എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു ദിവസം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, ഈ ലോകകപ്പ് തുടങ്ങുന്ന ദിവസം സഞ്ജു സാംസൺ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കളിക്കാരുടെ ആദ്യത്തെ 10 പേരുടെ പട്ടികയിലില്ല. 20 പേരുടെ പട്ടികയിൽ പോലും ഇല്ല. ആരും സഞ്ജുവിന്റെ ജേഴ്സി തേടി വന്നില്ല. ഒരു സ്റ്റേഡിയത്തിന്റെ പുറത്തും സഞ്ജുവിന്റെ ജേഴ്സി തിരിഞ്ഞ് ഒരാളും വന്നില്ല, കാര്യവട്ടത്തൊഴികെ. പക്ഷെ അവിടെയും സഞ്ജു സാംസണ് വലിയ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോയി. പക്ഷേ ഇന്നലെ നരേന്ദ്ര ദാമോദർ സ്റ്റേഡിയത്തിൽ അഹമ്മദാബാദിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ ജേഴ്സി സഞ്ജുവിന്റെ ജേഴ്സിയായിരുന്നു. അതാണ് സഞ്ജുവിന്റെ വരവ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കും പഠിക്കാൻ ഒരുപാടുണ്ട്. സഞ്ജുവിനെ പോലെ ജീവിതത്തിൽ തഴയപ്പെട്ടുവെന്ന് തോന്നിയാലും അവഗണിക്കപ്പെട്ടുവെന്ന് തോന്നിയാലും പരാജയപ്പെടുന്നുവെന്ന് തോന്നിയാലും അവനവന്റെ കഴിവിൽ ആത്മവിശ്വാസം അർപ്പിച്ച് തഴയാൻ ശ്രമിക്കുന്നവരിൽ കുഴപ്പമില്ല ചേട്ടാ എന്ന് പറഞ്ഞു പോകുന്ന ഒരു കാലം. അതാണ് സഞ്ജു നമുക്ക് തരുന്ന കാഴ്ച.